പ്രൈസ് ലോർഡ് എന്നത് മാത്രമുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. 90-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുകയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. നമ്മൾ എവിടെയാണ് വസിക്കുന്നത്? അത്യുന്നതന്റെ ഹല്ലേലൂയ മറവിൽ ഹല്ലേലൂയ സ്വതം വസിക്കുന്നവരായിരിക്കണം. സർവ്വശക്തന്റെ നിഴലിൻ കീഴിൽ നാം പാർക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവൻ ഹല്ലേലൂയ അങ്ങനെ വസിക്കുന്നവൻ ദൈവത്തെ പറ്റി പറയുകയാണ്, യഹോവയെ പറ്റി പറയുകയാണ്. സ്വതം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഹല്ലേലൂയ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകുന്നു എന്ന് ഹല്ലേലൂയ പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മറവിൽ വസിക്കുകയും ദൈവത്തിന്റെ നിഴലിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതല് എപ്പോഴും പറയും, എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ഹല്ലേലൂയ സ്തോത്രം ദൈവമെന്ന് ദൈവത്തെ പറ്റി പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അതിന്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, സ്തോത്രം തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. അവന്റെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസം നിനക്ക് പരിചയം പലകയുമാകുന്നു. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹാലിൽ പാദപീഠത്തിലായിരിക്കുമ്പോൾ അവൻ തന്നെ തന്റെ തൂവൽ കൊണ്ട് മറയ്ക്കും. നമ്മുടെ ആപത്തിന്റെ അവസ്ഥകളില്, പ്രതികൂലങ്ങളുടെ മധ്യത്തില് ഒരു തള്ളക്കോഴ് തന്റെ കുഞ്ഞിനെ എങ്ങനെ ഹല്ലേലൂയ ശത്രു ഹാലിൽ കാണാതെ സൂക്ഷിക്കുമോ, അതുപോലെ കർത്താവ് തന്റെ തൂവൽ കൊണ്ട് നമ്മളെ മറയ്ക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കളെ എപ്പോഴും കർത്താവിന്റെ നിഴലിലായിരിക്കാൻ, കർത്താവിൽ വസിക്കുവാൻ, അവന്റെ മറവിടത്തിൽ ഹല്ലേലൂയ ആയിരിക്കാൻ നാം എപ്പോഴും സമയം കണ്ടെത്തട്ടെ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ദൈവമായുള്ള ബന്ധത്തിൽ നമ്മളെ അകറ്റിക്കളയുന്നത് എന്തെന്ന് ദിവസങ്ങളിൽ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിലേക്ക് മടങ്ങി വരുവാൻ, അധിക സമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ, വേദവസ്തം വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവമക്കളോട് കൂട്ടായ്മ കാണിപ്പാൻ, നിത്യതയെ പറ്റി ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ നിഴലിൽ വസിക്കുവാൻ, അല്ലെങ്കിൽ അവന്റെ ഹല്ലേലൂയ സ്തോത്രം മാർവിടത്തില് അല്ലെങ്കിൽ പറ്റിയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ യേശുവിന്റെ മാറോട് പറ്റിയിരുന്നവനോടാണ് ഹല്ലേലൂയ ദൈവിക ദർശനങ്ങളെ കാണിച്ചു കൊടുത്തത്. നാം ദൈവത്തോട് പറ്റിയിരിക്കുന്നുവെങ്കിൽ ദർശനങ്ങളാല് ഹല്ലേലൂയ ദൈവിക ദൂതുകളാല് ദൈവം നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തൂവൽ കൊണ്ട് മറയ്ക്കപ്പെടണോ? ദൈവിക സംരക്ഷണം നമുക്ക് വേണോ? ദൈവത്തിന്റെ മാർവിടത്തില് ഹല്ലേലൂയ അവന്റെ മറവില് നമുക്ക് വസിക്കുകയും അവന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.